പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചാമ്പയ്ക്കയുടെ ഒരു വൈനാണ്. നമ്മുടെ വീട്ടിലത്തെ ചാമ്പിനെയാണ് നമ്മളതിലത്തെ പൊട്ടിക്കാൻ പോകുന്നത് കേട്ടോ. 1/2 കിലോ ചാമ്പക്ക ഇതിനെടുത്ത് പോകുന്നത് നന്നായി കഴുകി വെടുപ്പാക്കിലാണ്. ഇതിനെ നമ്മൾ ഇതിങ്ങനെ ഉടയ്ക്കാൻ പോകണം. കൈ കൊണ്ട് ഉടച്ചാൽ മതി കേട്ടോ. കുരുവൊക്കെ ഇടുന്നുണ്ടോ, കുഴപ്പമില്ല. നമ്മളിത് ഉടക്കൽ കഴിഞ്ഞു കേട്ടോ. കംപ്ലീറ്റ് ഇങ്ങനെ ഉടച്ചാൽ മതി. അതിലത്തെ കുരുന്നും കളയണ്ട കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഇത് ഞാൻ എല്ലാം കൂട്ടിയിടുന്നത് ഈ വലിയ പാത്രത്തിലാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു ഭരണിയിലേക്ക് ആക്കും. അതായത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ 625 ഗ്രാം പഞ്ചസാര ചേർക്കണം. 625 ഗ്രാം, 600 ഗ്രാം ആയാലും കുഴപ്പമില്ല. പിന്നെ 50 ഗ്രാം സൂചി ഗോതമ്പ്, ഇത് കഴുകിയതാണ്. 50 ഗ്രാം സൂചി ഗോതമ്പിലിടണം. പിന്നെ ഒരു 3-4 കറുവപ്പട്ട കഷ്ണം, ഒരു 5-6 ഏലക്കായി. അത് ഏലക്കായി ഇങ്ങനെ പൊളിച്ചിടണം കേട്ടോ, അതിരിക്കുന്നു. ഇനി വേണ്ടത് 1.5 ലിറ്റർ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം. അതിൽ ഫിൽട്ടർ ചെയ്ത വെള്ളമാണെങ്കിൽ അത് മതി കേട്ടോ, അതിരിക്കും ഒഴിക്കുന്നു. നമ്മൾ ഒരു ഭരണി എടുത്ത് ഇത് അരിക്കി ഒഴിക്കുന്നു. ഒരു കോഴിമുട്ട എടുത്തിട്ട് അതിൻ്റെ ഉണ്ണിയില്ലേ മഞ്ഞ, അത് നമുക്ക് വേണ്ട, കണ്ട അതിന് നമ്മൾ എടുത്ത് കളയണം. മഞ്ഞേര അംശം വേണ്ട നമുക്ക്. ഈ കോഴിമുട്ടയുടെ വെള്ളം നമ്മൾ ഇരിക്കി ചേർക്കണം. ഇനി നമ്മൾ 2.5 ഗ്രാം ഈസ്റ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു സ്വല്പം പഞ്ചസാര ഇടുക, 1 ടീസ്പൂൺ പഞ്ചസാര ഇടുക. പിന്നെ ഇത്തിരി ചെറു ചൂടുവെള്ളം, നമ്മുടെ വിരലിട്ട പൊള്ളാൻ പാടില്ല കേട്ടാ, അത്രയ്ക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിക്കുക. ഒരു നിളക്കുക. ഇത് നമ്മുടെ ഈ ഭരണിയിലേക്ക് ഒഴിക്കുക. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് മൂടി വയ്ക്കുക. ഇനി അടുത്ത 5 ദിവസം എല്ലാ ദിവസവും ഓരോ പ്രാവശ്യം ഇളക്കുക. 5 ദിവസം മാത്രം കേട്ടോ. നമ്മൾ 1-ാമത്തെ ദിവസം തുറക്കാം കേട്ടോ. നമുക്കത് ഇളക്കാം. ഇനി അടച്ചു വയ്ക്കാം. നമ്മുടെ ചാമ്പയ്ക്ക വൈൻ ആദ്യത്തെ 5 ദിവസം ഇട്ടിട്ട് ഇളക്കി. 4 ദിവസമായാലും കുഴപ്പമൊന്നുമില്ല. 5 ദിവസം ഇളക്കി. ഇപ്പോൾ കറക്റ്റ് 21 ദിവസമായി. മൊത്തം 21 ദിവസം ഇട്ടിട്ട് 21 ദിവസം. ഇനി നമ്മൾ ഇതിന് എടുക്കാൻ പോകണം കേട്ടോ. നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. നമുക്ക് തുറക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, നമുക്ക് ഒഴിക്കുക. ഇത് നമുക്ക് ഒരു കുപ്പിയിലേക്ക് ആക്കാം. അങ്ങനെ നമ്മുടെ വൈൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഇത് ടേസ്റ്റ് ചെയ്യാൻ നോക്കണം. ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട് വിജയൻ, അവനെയാണ് വിളിക്കുന്നത്. വിജയനെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ ആരും അധികം തുച്ഛമായി പേരെ കണ്ടിട്ടുള്ളൂ, അപ്പോൾ ആർക്കും അറിയില്ല. അപ്പോൾ വിജയനാണ് ഇത് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ വിജയനെ പറ്റിയിട്ട് നമുക്ക് ഒരു ഇൻട്രഡക്ഷൻ, ഒരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. വിജയൻ ഇവിടെ ഭയങ്കര കടിയാണ്, ചെറുപ്പം തൊട്ടുള്ള കടിയാണ്, കൂട്ടുകാരനാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 5-8 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉത്തരാളികാവ് പൂരത്തിന് പോവും. ഉച്ചരിഞ്ഞ് 4 മണിക്ക് ശേഷമുള്ള വെടികെട്ട് കാണാൻ മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 2 മണിക്കാണ് ഞങ്ങൾ പോവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെടികെട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി അവിടെ പൂരമ്പലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാണ് പതിവ്. അപ്പോൾ വിജയം വരാൻ ഒരു നേരം വൈകി, ഒരു 2:30 കഴിഞ്ഞതുകൊണ്ട് 2:30-3 മണിയെ പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, വിജയനോട് പറഞ്ഞു എന്താ നേരം വൈകിയെന്ന് ചോദിച്ചു. വിജയൻ പറയാം, ഇന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞൊരു ഈ പിറന്നാൾ സദ്യ. അപ്പോൾ ചിക്കൻ്റെ വെപ്പുണ്ടായിരുന്നു. ഒരു 10-25 പേർക്ക് ഉണ്ടായിരുന്നല്ലോ. വിജയന് പാചകത്തിൽ ഭയങ്കര താല്പര്യമുള്ള വ്യക്തിനുണ്ടാ. അപ്പോൾ ചിക്കൻ്റെ വെപ്പ് മാത്രം വിജയനെ വെച്ച. വിജയൻ അവൻ്റെ കഴിവ് അവിടെ പ്രകടിപ്പിക്കാനായിട്ട് വെപ്പ് വിജയനാക്കി. അപ്പോൾ വിജയൻ പറയുന്നു എന്നോട്, ഞങ്ങൾ വണ്ടിയുമ്പോൾ പോവാണ് കേട്ടോ, ബൈക്കുമ്പോൾ പോവാണ്. വിജയൻ പിന്നിലിരിക്കുന്നു, ഞാൻ ഓടിപ്പിക്കുന്നു. പറഞ്ഞു, അജു, നമ്മുടെ അവിടുത്തെ മാപ്പിളമാരില്ലേ
അവർ കോഴിക്കൂട്ടം മാപ്പിളമാരെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളിട്ടാ ഞങ്ങളവിടെ അവരെ ഇഷ്ടം പറയും, ജാതി മതമൊന്നും ഇല്ല. നമ്മുടെ അടുത്ത മാപ്പിളമാർ കോഴിക്കൂട്ടം വിൽക്കുമ്പോൾ എന്തുട്ട് എത്ര ടേസ്റ്റിൻ്റെ ഇതെന്നറിയോ? ഞാൻ പറഞ്ഞു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഇറച്ചി കൂട്ടാനുകൾ വെക്കാനായിട്ടൊരു പ്രത്യേക കഴിവുണ്ട്, അത് അതിൻ്റെ രുചിയിൽ ആക്കാനുള്ള ഒരു പ്രത്യേക കൈപ്പുണ്യം ഉണ്ട് എന്ന് പറയും. അല്ല, അവർ വയ്ക്കുമ്പോൾ ഈ കോഴിക്കൂട്ടാൻ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ കണ്ടമാനം ഒഴിക്കും. എന്നിട്ട് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും, കണ്ടമാനം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കണ്ടമാനം ഇടും. എന്നിട്ട് അതങ്ങോട്ട് ഇങ്ങനെ നന്നായി ഇങ്ങോട്ട് മുരിച്ച് ഈ പുളിയുറുമ്പിൻ്റെ പോലെയാക്കും. പുളിയുറുമ്പ് എന്ന് പറഞ്ഞാൽ പുളിയുറുമ്പിൻ്റെ കളറ് പോലെയാക്കും ആ സാധനം. അപ്പോൾ അതിൻ്റെ മണലേ ഇവിടുന്ന് ഒല്ലൂർ വരെ കേൾക്കുമ്പോഴാണ്, ഒല്ലൂർ വരെ കേൾക്കും, 2 കിലോമീറ്റർ അകലേക്ക് വരെ കേൾക്കും. അത് ഇത് രണ്ടും കൂടുതൽ എടുക്കുന്നത് കൊണ്ടാണ് അവരെ കൂട്ടാനുകൾക്ക് ഇത്ര ടേസ്റ്റ്. അപ്പം ഞാൻ ഇന്ന് അതുപോലെ വെച്ച ഈ കൂട്ടാൻ അതുപോലെ വെച്ച ഈ സാധനം വണ്ടിയിൽ പിന്നിരുന്ന സാധനം തകർത്തു പൊരിച്ചു. പിന്നെ അവൻ്റെ പാചകത്തിൻ്റെ ഈ കൂട്ടാൻ്റെ മഹാത്മ്യത്തെ കുറിച്ചായിരുന്നു ഇവിടെ നിന്ന് വിട്ടിട്ട് നമ്മുടെ തിരൂര് ബാറിൽ, മുളന്താകത്തിൽ തിരൂര് ബാറിൽ ഇട സൈഡിൽ തിരൂർ സെൻറ്റർ കഴിഞ്ഞിട്ട് ബാറുണ്ട്. ആ പട്ടം വരെ ഇത് തന്നെയായിരുന്നു വർത്താനം. അത് കഴിഞ്ഞിട്ട് ബാറിൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടുത്തെ AJU'S എന്ന് പറഞ്ഞു. ഞാൻ തരാൻ പറഞ്ഞു. വിജയൻ ബാറി കയറി പോയി, ഞാൻ കഴിക്കില്ല, ഞാൻ പുറത്തു വന്നു. അങ്ങനെ ബാറിൽ നിന്ന് പോന്നു ബൈക്കിൽ. പിന്നെ ആള് വർത്താനൊന്നും പറഞ്ഞില്ല. പിന്നെ ബൈക്കിൻ്റെ പിന്നിൽ ഇങ്ങനെ ചാരിയിരുന്നു, എൻ്റെ തോളത്ത് ഇങ്ങനെ ചാരിയിരുന്നു. അങ്ങനെ തിരൂര് ഒരു 2-3 കിലോമീറ്റർ അത്താണി കഴിഞ്ഞോട്ടാ. ആ അത്താണി കഴിഞ്ഞപ്പോൾ എന്തൊരു ബോധത ഉണ്ടായാലും പോലെ അജു നമ്മുടെ വെപ്പൊക്കെ പൊരിച്ചു തകർത്തു, അടിപൊളിയായിരുന്നു. പക്ഷെ ഉപ്പ് എന്ന് പറഞ്ഞ സാധനം കൂടിപ്പോയില്ല. അതിനെ വായിൽ വയ്ക്കാൻ പറ്റിയില്ല എന്ന്, ഉപ്പ് കൂടിയ കാരണം വായിൽ വയ്ക്കാൻ പറ്റിയില്ല എന്ന്. എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഉപ്പ് ഈ ഇങ്ങനെയുണ്ട് പാത്രം മുകളിൽ വെച്ചിട്ട് ഇട്ടപ്പോൾ അത് തെറ്റി കയ്യിൽ നിന്ന് വീണു. കയ്യിൽ നിന്ന് വീണപ്പോൾ അതിൽ ഉപ്പ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അതുണ്ടായി എന്തുകൊണ്ട്. അപ്പോൾ നമ്മൾ വിജയൻ്റെ ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നൊരു പാഠം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കഥനെ നിസ്സാരമായി തള്ളിക്കളയരുത്, ഈ സംഭവത്തിനെ നിസ്സാരമായി തള്ളിക്കളയരുത്. നമ്മൾ പലരും പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പും പാത്രം മുകളിൽ വെച്ചിട്ട് ഈ ഉരുളിരി അല്ലെങ്കിൽ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കൂളായിട്ട് തന്നെ ഇടും. അപ്പോൾ വല്ല ക്രാങ്ങളാ എന്താ പിന്നീന്ന് തട്ട എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ശ്രദ്ധ ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് കയ്യിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആ കൂട്ടാൻ ഒന്നിനും കൊള്ളില്ല, അറിയാലോ. അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ട് ഉപ്പിടാം കേട്ടോ. എല്ലാവർക്കും വിജയൻ്റെ കഥ ഒരു പാഠമാവട്ടെ. പിന്നെ ഒരു കാര്യം കേട്ടാ, വിജയൻ പോരും വിജയൻ്റെ ഈ സംഭവ കഥയില്ലേ, വിജയനോട് ആരും പറയരുതിട്ടാ. ഇത് നമ്മുടെ വിജയൻ കൂട്ടുകാരൻ, മനസ്സിലായില്ലേ? ഞാൻ നിന്നെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടുണ്ട് ഇവരോട് ഒന്ന് പൊക്കി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, കുഴപ്പമില്ലാന്ന്. അത്യാവശ്യം ഞാൻ ഈ ഇതിലേക്ക് ഒഴിക്കാൻ പോകണം കേട്ടോ. ഞാൻ ടേസ്റ്റില്ല, വിജയനാണ് നോക്കുന്നത് കേട്ടാ. എത്ര ചോദിക്കണം? വിജയന് കൊടുക്കണേ. വിജയൻ കുടിച്ചിട്ട് അഭിപ്രായം പറയും. ഞാൻ ഒന്നും മിണ്ടില്ല. അപ്പൊ ഞാൻ വൈനൊന്ന് കഴിച്ചൊന്ന് ടേസ്റ്റ് നോക്കി ഒന്ന് പറയാനുള്ള ഐഡിയയിലാണ് ഇരിക്കുന്നത്. ഇടയ്ക്ക് സാധനം കുഴപ്പമില്ല. കാരണം ഈ ചാമ്പയ്ക്കാരെ ഒരു വൈൻ കഴിക്കുന്നത് ഞാനത് ആദ്യമായിട്ടാണ്. പല വൈനുകളും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്തൊക്കെ ഇത് ചേർത്തിയെന്നുള്ളതും കാര്യങ്ങളൊന്നും എനിക്കതിനെ കുറിച്ച് അറിയുന്നില്ല. സംഗതി നന്നായിട്ടുണ്ട്. കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണമൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഒരു ചെറിയൊരു പൊള്ളിച്ചമാരി ഇങ്ങനെ തോന്നുന്നുണ്ട്. അത് ഇനിയിപ്പോ എത്ര ദിവസമായി എന്നൊന്നും എനിക്ക് ഇതിനെ കുറിച്ച് 21 ദിവസമായി എന്നാണ് പറയുന്നത്. നമുക്ക് നല്ലൊരു ചെറിയൊരു പൊള്ളിച്ചമാരി നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ വൈനല്ലേ കുടിച്ചു, മധുരം തോന്നിക്കുന്നില്ല. മധുരം എന്ന് പറഞ്ഞ സാധനമില്ല, അതല്ല ചെറിയൊരു ഒരു കയ്പ് ചെറുതായിട്ട് മാതിരി തോന്നുന്നുണ്ട്. എന്നാൽ മധുരം ഉണ്ടാനും ചെറുതായിട്ട്. സാധനം കുഴപ്പമില്ല, ക്ലിക്ക് ആയിട്ടുണ്ട്.
ബാറിൽ ഇടുന്നതിന്റെ അത്രയ്ക്ക് കണ്ട് മുട്ടുവോന്നാണ് ചോദിക്കുക. പിന്നെന്താ, അതിലൊക്കെ സൂപ്പർ അല്ലേ? അത് മതി. ബാറിലൊക്കെ നല്ല സൂപ്പറായിട്ട് തോന്നണ്. അല്ല, പണ്ടൊക്കെ ഈ മദ്യം നമ്മൾ നിർത്തിയ സമയത്ത് ചില സമയത്ത് ബീറിന്റെ ലേശം വൈൻ വെച്ചൊക്കെ കഴിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോ അതൊക്കെ ഇത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് തുച്ഛമായി നമുക്ക് കാശിന് വേറിയാലും അതിന്റെ തുച്ഛമായത് പഞ്ചസാര സ്വല്പം ചിലവുള്ള ചാമ്പയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പിടിക്കുന്നതാണ്. വേറെ ഒന്നും ചിലവില്ല. നിസ്സാരമായി ചിലവിൽ ഒരു കോഴിമുട്ട അത്രേ ഉള്ളോ? ഇത് കോഴിമുട്ട ഇല്ല, ഒരു കോഴിമുട്ട ചേർത്തിട്ട്. കോഴിമുട്ടയുടെ വെള്ളം മാത്രം ഇട്ടാ മറ്റേ അങ്ങനെ നിസ്സാരമായൊരു സിമ്പിൾ ആയിട്ടുള്ള സാധനം. അപ്പൊ വിജയനാണല്ലേ നമ്മുടെ ഭയങ്കര ഗടിയനായിട്ട് വിജയൻ. ചെറുപ്പത്തോട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പത്തോട്ടുള്ളാണ് വിജയനെ പറ്റി ഞാൻ നന്നായി പൊക്കി പറഞ്ഞിട്ടാ. സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, വെറുതെ അല്ല, ഒക്കെ സത്യമാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.